ഇറ്റലിയിലെ വനിതാ കർഷക തൊഴിലാളികളിലൂടെ പ്രശസ്തമായ ബെല്ലച്ചാവ് എന്ന വിപ്ലവ ഗാനമാണ് ഈ യുവാവ് ആലപിക്കുന്നത്. തവളകൾക്ക് രൂപം മാറി ചെന്നായ്ക്കളായി മാറാൻ കഴിയുമെന്ന അന്ധവിശ്വാസവും റഷ്യയിലുണ്ട്. ഒരു ഫോട്ടോ ഇവിടെ നിന്ന് കൂടി എടുത്തു തരാമോ എന്ന് ചോദിച്ചപ്പോഴാണ് ബോമാൻ സ്ട്രീറ്റിൽ നേരത്തെ കണ്ടത് ഈ പെൺകുട്ടിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. റഷ്യയിൽ നിന്നുള്ള ജേർണിസ്റ്റ് എപ്പിസോഡുകളുടെ മറ്റൊരു ലക്കത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കമ്മ്യൂണിസം വിട്ട് മുതലാളിത്തം സ്വീകരിച്ച റഷ്യയാണ് ഈ ലക്കത്തിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിനകം 12 രാജ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞ ജേർണിസ്റ്റ് യാത്രകളുടെ 250ഓളം എപ്പിസോഡുകൾ ഈ ചാനലിന്റെ വാളിലുണ്ട്. അടുത്ത വർഷത്തോടെ ജേർണിസ്റ്റിന്റെ ആഫ്രിക്കൻ, യൂറോപ്പ് യാത്രകൾക്ക് കൂടി തുടക്കമാവും. മുന്നോട്ടുള്ള യാത്രയിൽ ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. റഷ്യ എന്ന് കേൾക്കുമ്പോൾ ഏത് മലയാളിയുടെയും മനസ്സിലൂടെ ഓടിയെത്തുന്ന കുറെ ചിത്രങ്ങളുണ്ട്. കേരളത്തിന്റെ തെരുവുകളിൽ പോലും ഇന്ന് മുഴങ്ങുന്ന എത്രയോ മുദ്രാവാക്യങ്ങളുമായി ബന്ധമുള്ള നാടാണത്. പക്ഷെ കമ്മ്യൂണിസം ഇല്ലാതായതിനു ശേഷമുള്ള കാലത്തെ റഷ്യ എങ്ങനെയാണ്? നഗരങ്ങളിൽ അങ്ങിങ്ങായി കാറൽ മാർക്സ്, വ്ളാഡിമിർ ലെനിൻ, ദസ്തേവ്സ്കി പോലുള്ള പോയ കാലത്തെ മഹാരഥന്മാരുടെ പ്രതിമകൾ കാണാനുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷെ ചുവപ്പല്ല ഇന്നത്തെ റഷ്യയുടെ നിറം. വൻനഗരങ്ങളിലെ കൂറ്റൻ ബിൽഡിങ്ങുകളിൽ മിക്കവയും സോവിയറ്റ് കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ പേറുന്നവയാണ്. പുതിയ കാലത്ത് നിരത്തിലൂടെ ചീറിപ്പായുന്ന BMW, വോൾവോ, ബെൻസ് കാറുകൾക്കിടയിലും കണ്ണായ സ്ഥലങ്ങൾ കൈയടക്കി ഓർമ്മത്തെറ്റ് പോലെ ചില വിന്റേജ് കാറുകൾ നിർത്തിയിട്ടത് കാണാം. ഒരു കാലത്ത് റഷ്യയുടെ അഭിമാന സ്തംഭമായിരുന്നു മിക്ക നഗരങ്ങളിലും ഇപ്പോഴും ഉപയോഗത്തിലുള്ള ലാഡ കാറുകൾ. പക്ഷെ കമ്മ്യൂണിസത്തിൽ നിന്നും മുതലാളിത്തത്തിലേക്കുള്ള റഷ്യയുടെ ഇപ്പോഴത്തെ മാറ്റം സമ്പൂർണമാണ്. പഴയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളുടെ സ്ഥാനത്ത് ഇന്നുള്ളത് ആധുനിക മാളുകളും സൂപ്പർ മാർക്കറ്റുകളും. ജനജീവിതത്തിന്റെ താളം തന്നെ കീഴ്മേൽ മറിഞ്ഞു പോയിരിക്കുന്നു. കമ്മ്യൂണിസത്തിന്റെ കാലത്തുണ്ടായിരുന്ന കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും മാർക്കറ്റ് അധിഷ്ഠിത സ്വകാര്യ മേഖലയിലേക്കുള്ള ഇപ്പോഴത്തെ മാറ്റം അവിടുത്തെ ജനജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? റഷ്യയിലെ വൻനഗരങ്ങളിലൊന്നായ കസാനിൽ നിന്ന് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ജേർണിസ്റ്റ്. അത് കണ്ടെത്താനുള്ള എളുപ്പവഴി എന്ന നിലയിൽ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരുവിലേക്കാണ് നമ്മൾ പോകുന്നത്. കമ്മ്യൂണിസത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ആദ്യത്തെ മുതിർന്ന നേതാവായ നിക്കോളായ് ഏണസ്തോവിച്ച് ബോമാന്റെ പേരിലാണ് കസാനിലെ ഈ മാർക്കറ്റ് റോഡ് അറിയപ്പെടുന്നത്. റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് തുടക്കം കുറിച്ച ബോൾഷെവിക് വിപ്ലവത്തിനു ശേഷം തൊഴിലാളികളെ സംഘടിപ്പിക്കാനായി രംഗത്തിറങ്ങിയ ബോമാനെ സാർ ഭരണകൂടത്തെ പിന്തുണക്കുന്ന ഒരാൾ 1905 മോസ്കോയിലെ തെരുവിൽ വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കസാൻ നഗരത്തിലായിരുന്നു ബോമാന്റെ ജനനവും വിദ്യാഭ്യാസവും. ക്രെംലിന്റെ താഴെയുള്ള ചത്തുരത്തിൽ നിന്നും ആരംഭിക്കുന്ന ഈ തെരുവ് ആധുനിക താർത്താർ ഭാഷയുടെ പിതാവും കവിയുമായ അബ്ദുള്ള ആരിഫുല്ല മുഹമ്മദ് തുക്കായുടെ പേരിൽ അറിയപ്പെടുന്ന സ്ക്വയറിലാണ് അവസാനിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന് മുമ്പെയുള്ള കാലത്ത് കസാനിലെ ബാങ്കുകളുടെയും പണമിടപാട് സ്ഥാപനങ്ങളുടെയും ഓഫീസുകളാണ് പ്രധാനമായും ഈ തെരുവിൽ ഉണ്ടായിരുന്നത്. സോവിയറ്റ് യൂണിയൻ സ്ഥാപിതമായതിനു ശേഷം അത്തരം ഓഫീസുകൾ അപ്രത്യക്ഷമായി. കമ്മ്യൂണിസ്റ്റ് ഭാഷ കടമെടുത്താൽ കസാനിലെ ബൂർഷകളുടെ മാർക്കറ്റാണ് ഇപ്പോഴിവിടം. ഡൽഹിയിലെ കൊണോട്ട് പ്ലേസ് പോലെ, കൽക്കത്തയിലെ പാർക്ക് സ്ട്രീറ്റ് പോലെ, മുംബൈയിലെ നരിമാൻ പോയിന്റ് പോലെയുള്ള നഗരകേന്ദ്രം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബോമാൻ സ്ട്രീറ്റിലെ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഒരു ഷവർമയും കോഫിയും കഴിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 800 റൂബിളെങ്കിലും കൊടുക്കേണ്ടി വരും. അതായത് 730 ഇന്ത്യൻ രൂപ. എന്നുവെച്ച് ഈ റെസ്റ്റോറൻറ്റുകളിൽ ആരും കയറുന്നില്ല എന്നല്ല. നിന്ന് തിരിയാൻ പോലും ഇടമില്ലാത്ത അത്രയും തിരക്കാണ് വൈകുന്നേരങ്ങളിൽ ബോമാൻ തെരുവിൽ അനുഭവപ്പെടുന്നത്. റെസ്റ്റോറൻറ്റുകളെ മാറ്റി നിർത്തിയാൽ ഈ രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും സാധാരണക്കാരന്റെ ജീവിതവും ഒക്കെ ഈ തെരുവിലുണ്ട്. സാർ ചക്രവർത്തിയായിരുന്ന കാതറിൻ രാജ്ഞി 1767 കസാനിൽ വന്നപ്പോൾ ഉപയോഗിച്ച രഥത്തിന്റെയാണ് ഈ മാതൃക. സോവിയറ്റ് കാലഘട്ടത്തിൽ ഏറെയൊന്നും ആദരിക്കപ്പെട്ട ചക്രവർത്തിനിയല്ല കാതറിൻ രാജ്ഞി. ഈ രഥം പിൽക്കാലത്ത് സ്ഥാപിക്കപ്പെട്ടതാണ്. കസാനിലെ ജനങ്ങൾക്ക് കാതറിൻ സമ്മാനമായി നൽകിയ മരം കൊണ്ടുള്ള ഇതിന്റെ ഒറിജിനൽ താർത്താരിസ്ഥാൻ നാഷണൽ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ബോമാൻ സ്ട്രീറ്റിലേത് പിച്ചള കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ രഥവുമായി ബന്ധപ്പെട്ട് വിചിത്രമായ ഒരു വിശ്വാസം ബോമാൻ തെരുവിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ കയറിയിരുന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ഒരാൾ മനസ്സിൽ ആഗ്രഹിച്ചാൽ അത് നടക്കുമത്രേ. മാന്ത്രിക ശക്തിയുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്ന ഈ രഥത്തിനു ചുറ്റും സഞ്ചാര തൽപരരാണ് തിക്കിത്തിരക്കുന്നത്. സത്യം പറയട്ടെ, ഈ രഥത്തിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുമ്പോൾ
അവിടെയുള്ള ആരും തന്നെ ജേർണലിസ്റ്റിനോട് ഈ രഹസ്യം പറഞ്ഞു തന്നിട്ടില്ല. എത്ര രാജ്യങ്ങളാണ് ഇനിയും ജേർണലിസ്റ്റിന് പോകാൻ ബാക്കിയുള്ളത്. ആ രഥത്തിൽ കയറിയിരുന്ന് അതിലേതെങ്കിലും ഒരു രാജ്യത്തിന്റെ പേര് മനസ്സിലോർത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നുവെന്ന് പിന്നീട് തോന്നി. ഖാദറിന്റെ രഥം നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ കോമ്പസിന്റെ മാതൃകയിലുള്ള ഒരു അടയാളക്കല്ല് സ്ഥാപിച്ചത് കാണാം. മക്കയിലേക്കും ടോക്കിയോയിലേക്കും ബീജിംഗിലേക്കുമുള്ള ദിശകളും ദൂരവുമാണ് നിലത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് പക്ഷെ നല്ല കാലപ്പഴക്കമുണ്ട്. 0 കിലോമീറ്റർ പോയിന്റ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ബോസ്നിയയുടെ തലസ്ഥാന നഗരിയായ സരായവോവിൽ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും സംഗമസ്ഥാനം അടയാളപ്പെടുത്തിയത് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് കസാനിലെ ഈ 0 കിലോമീറ്റർ പോയിന്റ്. ബോമാൻ തെരുവിലുടനീളം ഇതുപോലെയുള്ള നിരവധി പാട്ടുകാരെ കാണാം. ഒരു കാലത്ത് വാഹനങ്ങൾ പോകാറുണ്ടായിരുന്ന ഈ വഴി നിലവിലൊരു നടപ്പാത മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ധാരാളം ഇരിപ്പിടങ്ങളും ഇവിടെയുണ്ട്. പാട്ട് കേട്ടും വേണമെങ്കിൽ ഓരോ കപ്പ് കാപ്പി കുടിച്ചും അങ്ങനെ ബോമാൻ സ്ട്രീറ്റിലൂടെ നടക്കാം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ഇറ്റലിയിലെ വനിതാ കർഷക തൊഴിലാളികളിലൂടെ പ്രശസ്തമായ ബെല്ലച്ചാവ് എന്ന വിപ്ലവ ഗാനമാണ് ഈ യുവാവ് ആലപിക്കുന്നത്. Наливные ягоды рдеют на снегу. Я сегодня ночевал с പണം കൊടുക്കുന്നവരുടെ സൗകര്യത്തിനു വേണ്ടി പാട്ടുപാടുന്നവരിൽ ചിലർ സ്വന്തം ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ എഴുതി വെച്ചത് കൗതുകകരമായി തോന്നി. പാട്ടുപാടുന്നവരെ പോലെ വഴിയിലിരുന്ന് ചിത്രം വരക്കുന്നവരുമുണ്ട്. പുതിയ കാലത്ത് മൊബൈലിലെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി, നോക്കി അതുപോലെ വരച്ചു തരും. വായിലൂടെ വെള്ളം തുപ്പുന്ന 4 തവളകളുടെ ഈ ജലധാര പ്രധാനമായും കുട്ടികളെയാണ് ആകർഷിക്കുന്നത്. റഷ്യക്കാർക്ക് തവളകളെക്കുറിച്ച് വിചിത്രമായ വിശ്വാസങ്ങളുണ്ട്. മനുഷ്യന് ഭാഗ്യം കൊണ്ടുതരുന്ന ജീവിയായാണ് അവർ തവളകളെ കണക്കാക്കുന്നത്. അതോടൊപ്പം കേരളത്തിലും മറ്റും നിലനിൽക്കുന്ന ഒടിയൻ സങ്കല്പത്തിന് സമാനമായ രീതിയിൽ തവളകൾക്ക് രൂപം മാറി ചെന്നായ്ക്കളായി മാറാൻ കഴിയുമെന്ന അന്ധവിശ്വാസവും റഷ്യയിലുണ്ട്. മിക്ക രാജ്യങ്ങളിലും തവളകളെക്കുറിച്ച് ഇതുപോലുള്ള വിചിത്രമായ പലതരം വിശ്വാസങ്ങളുണ്ട്. ഗർഭധാരണത്തിന്റെ പ്രതീകമായാണ് ചിലർ തവളകളെ കണക്കാക്കുന്നത്. റഷ്യയിലെ പ്രശസ്തമായ ഒരു നാടോടി കഥയിലും തവളയാണ് കഥാപാത്രം. ചിത്രകാരനായ വിക്ടർ മിഖായിലോവ് വാസ്നെറ്റ്സോവ് ആണ് തവള രാജകുമാരിയെ കുറിച്ച ഈ കഥയുടെ പിന്നിൽ. സരേവന എന്നായിരുന്നു അദ്ദേഹം രാജകുമാരിക്ക് നൽകിയ പേര്. വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇങ്ങനെയൊരു കഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും റഷ്യൻ കഥക്കാണ് പിൽക്കാലത്ത് കൂടുതൽ പ്രചാരം ലഭിച്ചത്. ഭൂമിയിലെ മനുഷ്യരെ വെറുക്കുന്ന സു അനസി എന്ന മത്സ്യകന്യകയുടെ ശില്പവും ബോമാൻ സ്ട്രീറ്റിലുണ്ട്. സ്ലാവിക് ജനതയുടെ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഒരു സങ്കല്പമാണിത്. പ്രാവുകളുടെ ഈ ജലധാരയിൽ നിന്ന് ശരിക്കുള്ള പ്രാവുകൾ തന്നെയാണ് വെള്ളം കുടിക്കുന്നത്. റഷ്യൻ ഓപ്പറ ഗായകനായ 1938 അന്തരിച്ച ഫിയോദോർ ചാലിയാപ്പിന്റെ പ്രതിമയാണ് ഈ സ്ട്രീറ്റിന്റെ മറ്റൊരു ആകർഷണം. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷമുള്ള കാലത്ത് ഈ തെരുവിന് ഫിയോദോറിന്റെ പേര് നൽകണമെന്ന ആവശ്യമായിരുന്നിരുന്നു. എപ്പിഫാനി ചർച്ചിന്റെ മണിമേടയോട് ചേർന്നാണ് ഫിയോദോറിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ചർച്ചിലായിരുന്നു അദ്ദേഹത്തിന്റെ മമ്മോദിസ ചടങ്ങുകൾ നടന്നത്. ബോമാൻ സ്ട്രീറ്റിലെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതിയാണ് എപ്പിഫാനി ചർച്ചും അതിന്റെ മണിമേടയും. തുക്കായ സ്ക്വയറിൽ നിന്നായാലും ഇങ്ങേയറ്റത്ത് ക്രെംലിൻ ഭാഗത്ത് നിന്നാണെങ്കിലും വളരെ ദൂരത്തു നിന്ന് ഈ ചർച്ചും മണിമേടയും കാണാനാവും. ഏകദേശം 75 മീറ്റർ ഉയരമുള്ള ഈ ബെൽ ടവറിന്റെ മുകളിലേക്ക് സഞ്ചാരികൾക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്തു കയറാം. കുത്തനെയുള്ള പടവുകൾ കയറി ചെന്നാൽ നഗരം അതിന്റെ മുഴുവൻ ഭംഗിയോടെയും കാണാമെങ്കിലും ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് ടിക്കറ്റ് നൽകുന്നത്. അതറിഞ്ഞു വേണം അങ്ങോട്ട് പോവാൻ. തുക്കായ് സ്ക്വയറിനു സമീപത്തെ അറബി ഭാഷയിൽ അക്കങ്ങൾ എഴുതിയ ഈ ക്ലോക്ക് ടവറിന് ലവ് സ്ക്വയർ എന്നും പേരുണ്ട്. നഗരവാസികൾ കൂടിക്കാഴ്ച നടത്താനുള്ള ഇടങ്ങളിലൊന്നായി ഈ ടവറിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇതിന്റെ മുമ്പിൽ നിന്നാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നഗരം ചുറ്റിക്കാണിക്കുന്ന ബസ്സുകൾ പുറപ്പെടുന്നത്. കസാനിലെ സെൻട്രൽ മെട്രോ സ്റ്റേഷനിലേക്കുള്ള പടവുകൾ ഇറങ്ങുന്നതും ഇവിടെ നിന്നാണ്. തുക്കായിൽ നിന്ന് നോക്കിയാൽ നേരെ എതിർവശത്ത് ഇങ്ങനെയൊരു കാഴ്ചയും കാണാനുണ്ട്. മോതിരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ മാൾ. പ്രത്യേകിച്ചും കല്യാണ മോതിരങ്ങൾക്ക് ഏറെ പേരുകേട്ട മാളാണ് ഇതെന്നറിഞ്ഞു. ബോമാൻ തെരുവിന്റെ അങ്ങേയറ്റത്ത് പൂക്കൾ വിൽക്കുകയാണ് മിലാന. നിരത്ത് വക്കിലിരുന്നാണ് അവരുടെ കച്ചവടം. നഗരത്തിലെ ദരിദ്ര വിഭാഗങ്ങളുടെ പ്രതിനിധികളായ ഇത്തരം വഴിവാണിഭക്കാരെ വേറെയും ഈ തെരുവിൽ കാണാനുണ്ട്. റെസ്റ്റോറന്റുകളിൽ ഒന്നിന്റെ മുമ്പിൽ ആളുകളെ ക്ഷണിക്കുന്ന ജോലിയിലാണ് ഐഷ. സ്കൂൾ വിദ്യാർത്ഥിനിയായ ഇവളുടെ പാർട്ട് ടൈം ജോലിയാണിത്.
ഐഷയെ അല്പസമയത്തിനു ശേഷം ക്രെംലിനകത്ത് ഞാൻ വീണ്ടും കണ്ടുമുട്ടി. നേരത്തെ ധരിച്ച എൽഫ് വേഷത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ മുന്നിലെത്തിയ ഐഷയെ എനിക്ക് തിരിച്ചറിയാനേ കഴിഞ്ഞില്ല. ഒരു ഫോട്ടോ ഇവിടെ നിന്നുകൂടി എടുത്തു തരാമോ എന്ന് ചോദിച്ചപ്പോഴാണ് ബോമാൻ സ്ട്രീറ്റിൽ നേരത്തെ കണ്ടത് ഈ പെൺകുട്ടിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ആ വേഷം ധരിച്ച് നിൽക്കുന്നതെങ്കിലും അതുവഴി സ്കൂൾ ചെലവിന്റെ ചെറിയൊരു ഭാഗം അവൾ കണ്ടെത്തുന്നുണ്ട്. ഐഷയും ഉമ്മയും ചേർന്ന് കുൽഷരീഫ് പള്ളിയുടെ മുമ്പിൽ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു. ഞാനതവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. കമ്മ്യൂണിസത്തിന് ശേഷമുള്ള കാലത്തും സമ്പന്നതയും ദാരിദ്ര്യവും ഒരുപോലെ റഷ്യയിൽ നിലനിൽക്കുന്നുണ്ട്. പഴയ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ സ്വാധീനമുണ്ടായിരുന്നവർ പൊതുസമ്പത്ത് കൈയടക്കി അതിസമ്പന്നരായി മാറുകയും താഴെത്തട്ടിലുള്ളവർ അന്നും ഇന്നും ദരിദ്രരായി തുടരുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടുത്തെ നഗരങ്ങൾ സമ്മാനിക്കുന്നത്. ഫാക്ടറികളും സാമൂഹിക കൃഷിയിടങ്ങളും ഇല്ലാതായതോടെ റഷ്യയിലെ മിക്ക വില്ലേജുകളിലും ആൾപ്പാർപ്പ് തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയുമുണ്ട്. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.